ഇന്നത്തെ യാത്ര ഊട്ടിയിലേക്കാണ്. നമ്മുടെ ഫാമിലിൻ്റെ കൂടെയാണ് പോണത്. ഒറ്റക്കോ ഫ്രണ്ട്സോ ആയിട്ടോ കസിൻസ് ആയിട്ടോ അല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ 2 ദിവസത്തെ യാത്രയാണ്. ഊട്ടിയിൽ വെച്ച് കാണാം. ശബാ Hello guys, welcome back to my Maman's YouTube channel. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ചെറിയ ട്രിപ്പ് പോകുകയാണ്. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബും എൻ്റെ തൊട്ടടുത്ത ലിങ്കും ഇങ്ങോട്ട് ആക്കണേ. നമുക്ക് നേരെ വീഡിയോ പോവാം. തോട്ടങ്ങളിൽ കൂടെ ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മൾ ഫുഡ് കഴിച്ചാൽ നിർത്തിയിരിക്കുകയാണ്. ഇവാനു പറക്കമുറ്റാത്ത 2 കുരുന്നുകൾ. പറക്കമുറ്റാത്ത ഒരു കുരുന്നിനെ കാണിക്കട്ടെ. പെങ്ങന്മാരുണ്ട്, അളിയന്മാരുണ്ട്. എന്താ കാലിന് കുറേ നേരം ഇരുന്നതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചാടിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഹലോ ഹലോ അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. എൻ്റെ കൂടെ വാപ്പുണ്ട്. എതിൽ പറയും ഉമ്മണ്ട്, പെങ്ങന്മാരുണ്ട്, കളിയുണ്ട്, ചെറിയ പൈതലുണ്ട്, ഒരു പെങ്ങളുണ്ട്, അതിനും ചെറിയ പറക്കമുറ്റാത്തൊരു കുരുന്നുണ്ട്, കളിയുണ്ട്. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ പലതവണ ഊട്ടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇമ്മ ഇതുവരെ ഊട്ടിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാൻ്റെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഊട്ടിയിലേക്ക് പോന്നിരിക്കുകയാണ്. ഉമ്മ ഇന്നലെ പറഞ്ഞു ഒന്ന് ഊട്ടി പോയാലോ. ഇന്നലെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു, ഫാമിലീസ്, നമ്മളെ അളിയന്മാർ പെങ്ങന്മാർ. അപ്പോൾ ആണ് പോകുന്നതാണ്. ഇന്ന് രാവിലെ 2 ദിവസം ഒരു ഇതായിട്ട് പോന്നു. ഉമ്മക്ക് എന്താ പറയല്ലേ, ഊട്ടി പോയോക്കല്ലേ? പോയോക്ക. സുഹൃത്തുക്കളെ, നമ്മളെ യാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടിയിലേക്ക് ഇനി നമുക്കൊരു മണിക്കൂറോളം യാത്ര ഉണ്ട്. ഞങ്ങൾക്ക് വലിയ പ്ലാനുകളൊന്നുമില്ല. പോണത്തോളം അങ്ങനെ ഫോട്ടോ കഴിച്ചു, അങ്ങനെ പോവാണ്. ദേവമലൈ എന്താ പറയല്ലേ പറയുങ്ങളേ, നിങ്ങളൊക്കെമ്മാണ് നമ്മൾ ഊട്ടിക്ക് വരുന്നേ, പറഞ്ഞോളി. ക്യാമറ കാണുമ്പോ സൈലന്റ് ആണ്, സൈലന്റ് ആണ്. അപ്പോ എങ്ങനെ ക്യാമറ കാണുമ്പോ ഉമ്മ സൈലന്റ് ആണ്, അല്ലെങ്കിൽ ഉമ്മ വയലന്റ് ആണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പൈക്കര ലേക്കാണ്. ബോട്ട് ഹൗസിലാണുള്ളത്. നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി പോവാണ്. ബോട്ടിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ. നമ്മള് ബോട്ടിങ്ങിന് വന്നതാണ്.
ഇവിടെ നല്ല വെയിലാണ് വെയിലാണ്, നല്ല വെയിലാണെന്നാണ് നമ്മളെ നമ്മളുടെ ഫാമിലിനെ കൂട്ടാതെ ഞാനും അമ്മയും പാപ്പയും മാത്രം ഇങ്ങോട്ട് വന്നീനു. ഇപ്പൊ എല്ലാരും ഉണ്ടല്ലേ? ഫാമിലി ആരൊക്കെയുണ്ട്? ഒപ്പം ആരൊക്കെയുണ്ട്? മാമൻ, ഉപ്പച്ചി, ഞാന്, പപ്പ, മമ്മ, എസ് ബേബി, ഇവാനോ, മേമു, റോഷൻ അങ്കിൾ, അത്രയും ആൾക്കാരുണ്ട്. പിന്നെ ഇമ്മച്ചിയുണ്ട്. ഓക്കേ. ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. ഈശ അത് അനക്കില്ലല്ലോ, ചെറിയ കുട്ടിയാ, വലിയ കുട്ടിയില്ലേ? ചെറുതാ? ഇയല്ല ചെറുതാ. എന്റെ എങ്ങോട്ട് ഇങ്ങട്ടാ ചെറിയൊരു പാർക്ക് ഏരിയ ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് വേണ്ടില്ലേ. അപ്പൊ നമുക്ക് ബോട്ടിക്ക് പോവാ. വാ രക്ഷിക്ക്. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ആയിട്ടും തിരക്കിനൊന്നും ടിക്കറ്റ് കൗണ്ടറിൽ കുറവില്ല. ബോട്ട് ഹൗസിലാണുള്ളത്. ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അളിയൻ, പങ്ങന്മാർ ഒന്ന് മറന്നു. ഞങ്ങളിപ്പോൾ സ്പീഡ് ബോട്ടിലാണുള്ളത്. എല്ലാവരും ഉണ്ട്. സ്പീഡ് ബോട്ടിൽ ഡ്രൈവർ പോരട്ടോ, സ്പീഡില്ല, പക്ഷെ മുമ്പൊരു ഉഷാറാക്കും. നമുക്ക് എല്ലാവരും ഉണ്ട്. നല്ല വെയിലാണ്, ഉച്ച നേരമാണ്. നമ്മള് ഫസ്റ്റ് തന്നെ നമ്മള് തീർക്കാന്ന് കരുതി. ഇഷ ഹലോ, നമ്മള് സ്പീഡി ബോട്ടിലാണ്. അടങ്ങിക്കിട്ടോ. എണീക്കല്ലേ. കടൽക്കാക്ക അരണ്ടെന്ന് പറയും. ഉമ്മടെ നമ്മൾ ഇപ്പോൾ വൈക്കര ബോട്ട് ഹൗസ്. എടി അക്ബർ, മമ്പാടിന്റെ സ്വന്തം എടി അക്ബർ. മമ്പാടിന്റെ എടി അക്ബർ ഉലാത്തുകയാണ്. കേരളക്കാരുണ്ടോ ഇല്ലേ? നമ്മള് കേരള അറിഞ്ഞു. കേരളക്കാർ, കേരള. ഹലോ, ഹോയ്. ഞങ്ങൾ പോയി. വ്ളോഗും നടക്കുന്നുണ്ട് ഗൈസ്. ഒപ്പം കാശ്മീരിലെ ഷിക്കാര റൈഡ് പോലെ തന്നെ അത്രക്കില്ലേലും ഒരു ചെറിയൊരു ബോട്ട് റൈഡാണ് നമ്മൾ ഊട്ടിയിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. വൈക്കര ബോട്ട് ഹൗസ് ഫാമിലിയുടെ ഒരു കൂടെ എന്ന പദ്ധതിയിൽ പങ്കുചേർന്നുകൊണ്ട് എൻ്റെ ഫാമിലി വ്ളോഗ്. നമ്മുടെ റൈഡ് അവസാനിച്ചിരിക്കുകയാണ്. വെള്ളം തെറിച്ചു, ചാടി പോണതായി ഡ്രൈവർ. കുറച്ചുകൂടി ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഷിക്കാര റൈഡ്. സോറി, കാശ്മീരിന്റെ ഹാങ് ഓവറാണ്. ഷിക്കാര റൈഡ് അല്ല, ബോട്ട് ഹൗസ് വൈക്കര തീർന്നിരിക്കുകയാണ്. നമ്മൾ അടുത്തിരിക്കുകയാണ്. കഴിഞ്ഞു. കഴിഞ്ഞു ഗൈസ്, റൈഡ് കഴിഞ്ഞു.
എല്ലാം നമ്മൾ ആസ്വദിക്കണം. കഴിഞ്ഞ് നമ്മള് അമ്മാസ് കിച്ചണിക്ക് വന്നിക്കാണ് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ. അമ്മാസ് കിച്ചൺ, വെൽക്കം ടു നൈസ് ടു മീറ്റ് യു. നല്ല ഹോട്ടലാണ്. അന്ന് ടൂറിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ പറയ്? പറയൂ, അഭിപ്രായം പറയൂ. ഒന്നുമില്ലേ? എന്നായിക്കോട്ടെ. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് എത്തിയിരിക്കുകയാണ്. ഫ്രൈഡ് റൈസ്, ഊട്ടി ഫ്രൈഡ് റൈസ്. ഉമ്മ സാധാ ചോറാണ് കഴിക്കുന്നത്. ബാക്കി എല്ലാവരും ഫ്രൈഡ് റൈസാണ്. കുട്ടികളുമായി 5 മാസം, 3 മാസം, 4 വയസ്സ്. ബാക്കി എല്ലാവരും. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. വിനായക പൂപ്പീസ് എന്ന് പറയും. അവൾ നാളെ കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ റൂം എടുത്തേക്കാണ്. കുറച്ച് റെസ്റ്റ് ചെയ്ത് കണ്ട് നമ്മൾ അടുത്ത പരിപാടികൾ വൈകുന്നേരങ്ങളിലെ ഉലാത്തലുകൾ നടക്കും. ഇതാണ് നമ്മൾ ഇന്ന് രാത്രി തങ്ങുന്ന റൂം. കുഴപ്പമില്ലാത്ത റൂമാണ്. ഇങ്ങനത്തെ 3 റൂമുകളുണ്ട് ഞങ്ങൾക്ക്. നമുക്ക് സ്നിക്കേഴ്സ് ഉണ്ട്, ഡയറി മിൽക്ക് ഉണ്ട്, കിറ്റ്കാറ്റ് ഉണ്ട്, കടലമുട്ടായി ഉണ്ട്, കാഷ്യൂസ് ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്, പിസ്ത ഉണ്ട്, ശനപ്പുണ്ട്, മിറിനുണ്ട്, ലൈസ് ഉണ്ട്. ഇതിനൊക്കെ പൈസയുണ്ട്. കേസ് കുഴപ്പമില്ലാത്ത ബാത്റൂം. ഇതാണ് നമ്മളെ റൂം. കുഴപ്പമില്ല. 3 റൂമാണ്. ഇങ്ങനത്തെ റൂം നമ്മൾ എടുത്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഫാമിലിയായിട്ട് ട്രിപ്പ് വരുമ്പോൾ ഊട്ടിയിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് ബൊട്ടാണിക്കൽ. കാരണം ഒന്നുമില്ല, വെറുതെ സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയൊരിടമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അവിടെ കുറേ ആൾക്കാരൊന്നും ഇല്ലെന്ന്. കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്. വലിയ റഷില്ല, വലിയ റഷ് കാണുന്നില്ല. പിന്നെ ലൈറ്റും പോയി തുടങ്ങിയിട്ടുണ്ട്, ഇരുട്ടായിട്ടുണ്ട്. ഇവിടെ കുറച്ച് പഴയകാല സഹപാഠികളുണ്ട്. അവരവരുടെ രീതിയിൽ സംവദിക്കുകയാണ്. പേർക്കാരൊക്കെ അങ്ങനെ കണ്ട് പോയിക്കണ്. പഴയ കോളേജ് ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. അവരവിടെ അവരവരുടെ രീതിയിൽ എൻജോയ് ചെയ്യാണ് സുഹൃത്തുക്കളെ. മണമുള്ള 16 പരുവം മലരൊടിരാവിന്റെ പാലൂറും ഉലകം പൊന്നാലി പെയ്യുന്ന പൂമലയിൽ മരുനീറിൻ മണമുള്ള 16 പരുവം മലരൊടിരാവിന്റെ പാലൂറും ഉലകം പൊന്മാരി പെയ്യുന്ന പൂമലയിൽ ചെറിയ വ്ളോഗാണ്. നമ്മളെ നൈറ്റിക്കത്തെ ഡിന്നർ സിറ്റി പാലസ് എന്ന ഹോട്ടലിലാണ്. ഈ ഹോട്ടലിലാണ് നമ്മളെ നാട്ടുകാരൻ തന്നെ ഹോട്ടലാണ്. രാജൻ ഊട്ടി എന്നറിയപ്പെടും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്.
രാജൻ ഊട്ടി, ഊട്ടി രാജൻ ഊട്ടി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നമ്മളെ നാളത്തെ വീഡിയോ 2ാമത്തെ ദിവസം ഊട്ടി നാളെ വരുന്നതാണ്. ഓക്കെ, ബൈ.